ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് റോട്ടറി ഡ്രം ഫിൽറ്ററാണ്. ഇതൊരു ഡ്രം പോലെ ഇരിക്കുന്ന ഒരു അപ്പാരറ്റസ് ആണ്. അപ്പോൾ ഈ ഡ്രമ്മിൻ്റെ അകത്ത് ഇറ്റ് ഈസ് എ മെറ്റാലിക് സിലിണ്ടർ വിച്ച് ഇസ് മൗണ്ടഡ് ഹൊറിസോണ്ടലി. ഒരു സിലിണ്ടറാണ് സംഭവം. അത് ഒരു ഡ്രം പോലെ ഇരിക്കും. അപ്പോൾ ഡ്രം എന്ന് പറയുമ്പോഴത്തേക്കും സർക്കുലർ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 3 മീറ്റർ, ലെങ്ത് 3.5 മീറ്റർ, ഏരിയ 20 മീറ്റർ സ്ക്വയർ. ഏകദേശം ഇത്രയും ഡയമെൻഷൻസ് ആണ് ഈ ഒരു ഡ്രമ്മിന് ഉള്ളത്. പിന്നെ ഈ ഡ്രമ്മിൻ്റെ സർഫസിൽ ഒരു പെർഫറേറ്റഡ് മെറ്റൽ ഷീറ്റ് വച്ചിട്ടുണ്ട്. പെർഫറേറ്റഡ് ആയിട്ടുള്ള മെറ്റൽ ഷീറ്റ് കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഡ്രമ്മിൻ്റെ സർഫസ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിന് കവർ ചെയ്തുകൊണ്ട് ഒരു ഫിൽറ്റർ ക്ലോത്തും ഉണ്ട്. പിന്നെ ഈ ഡ്രമ്മിൽ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, കുറേ സോൺസ് ഉണ്ട്. അതായത് ആ ഫിഗറിൻ്റെ അകത്ത് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് താഴെ പിക്കപ്പ് സോൺ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒരു ഡ്രെയിനേജ് സോൺ, മുകളിൽ വാഷിംഗ് സോൺ, പിന്നെ റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഡ്രൈയിങ് സോണും കേക്ക് റിമൂവൽ സോൺ. അങ്ങനെ കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ പാർട്ടിലായിട്ട് ഒരു ഇൻറ്റേർണൽ പൈപ്പ് വെച്ചിട്ടുണ്ട്. കുറേ ഇൻറ്റേർണൽ പൈപ്പ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പൈപ്പ്സ് കുറേ വാൽവ് ആയിട്ട്, നോർമലി പൈപ്പ് കണക്ട് ചെയ്തേക്കുന്നത് വാൽവ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് വാൽവ് ആയിട്ടാണ്. പിന്നെ ഈ പൈപ്പിൽ നിന്ന് നമുക്ക് ഫിൽട്രേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫിൽട്രേറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു എക്യുപ്മെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതായത് ഓരോ സോണിൻ്റെ അകത്തും ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് ലാർജ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഇമേജ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ റോട്ടറി ഡ്രം ഫിൽറ്ററിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ നമ്മുടെ സ്ലറി ഉള്ള വെസലിൻ്റെ അകത്തോട്ട് ഈ ഒരു ഡ്രമ്മിനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള പിക്കപ്പ് സോൺ ഉണ്ടല്ലോ, ബോട്ടം പാർട്ടിലുള്ള ആ പിക്കപ്പ് സോണിൽ കൂടെ സ്ലറി ഫുൾ ഈ ഒരു ഡ്രമ്മിൻ്റെ അകത്തോട്ട് കയറും. അങ്ങനെ കയറി കഴിയുമ്പോൾ ഡ്രം റൊട്ടേറ്റ് ചെയ്യും. ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്ന സ്പീഡെന്ന് പറയുന്നത് ലെസ് ദാൻ 1 റെവല്യൂഷനാണ്. അതായത് വളരെ കുറഞ്ഞ സ്പീഡിൽ മാത്രമാണ് ഈ ഒരു ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരു റെവല്യൂഷൻ്റെ ടൈമിനേക്കാളും കുഞ്ഞ്, അതായത് വളരെ സ്ലോ ആയിട്ടാണ് ഈ ഒരു എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു മെറ്റീരിയൽ എല്ലാം, ഈ സ്ലറി പാർട്ട് എല്ലാം ഇതിൻ്റെ അകത്ത് കയറും. അങ്ങനെ കയറി കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള സോളിഡ് പാർട്സ് ഉണ്ടല്ലോ, സോളിഡ് ഈ പിക്കപ്പ് സോണിൻ്റെ അണ്ടറിൽ തന്നെ കിടക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന ഫ്ലൂയിഡ് ഉണ്ടല്ലോ, ആ ഫ്ലൂയിഡാണ് ഈ പൈപ്പ് ലൈനിൽ കൂടെ പുറത്തു പോകുന്ന ഫിൽട്രേറ്റ്. നമ്മൾ നേരത്തെ കൺസ്ട്രക്ഷനിൽ പറഞ്ഞായിരുന്നു കുറേ പൈപ്പ്സ് ഉണ്ടെന്ന്. ആ ഇൻറ്റേർണൽ പൈപ്പ് വഴി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നത് ഫിൽട്രേറ്റിനെയാണ്, അതായത് ഈ ഒരു സ്ലറിക്കകത്തുള്ള ലിക്വിഡ് പാർട്ട്. ബാക്കി സോളിഡ് എല്ലാം ഈ പിക്കപ്പ് സോണിൻ്റെ അണ്ടറിൽ അവിടെ അടിഞ്ഞ് കിടക്കും. ഇനി എന്തൊക്കെയാണ് ഓരോ സോണിലും നടക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സോൺ പിക്കപ്പ് സോണാണ്. അവിടെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ സ്ലറി അവിടെ കിടപ്പുണ്ട്. നെക്സ്റ്റ് ഈ സ്ലറി ഈ ഒരു ഡ്രം റൊട്ടേറ്റ് ചെയ്യുമ്പം ഈ സ്ലറിയും കൂടെ റൊട്ടേറ്റ് ചെയ്ത് ഡ്രെയിനേജ് സോണിൻ്റെ അകത്തെത്തും. ഡ്രെയിനേജ് സോൺ എന്ന് പറയുമ്പോഴത്തേക്കും ഡ്രെയിനേജ് സോണിൽ എത്തുമ്പോഴത്തേക്കും നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, അവിടെ കുറച്ച് കംപ്രഷൻ റോളേഴ്സ് ഉണ്ട്. അത് ഫിഗറിലില്ല, എന്നാലും അവിടെ കുറച്ച് റോളേഴ്സ് ഉണ്ട്. അപ്പോൾ കംപ്രഷൻ റോളേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, അത് കംപ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു പിക്കപ്പ് സോണിൽ ഇരിക്കുന്ന സ്ലറിയിലുള്ള സോളിഡ് പാർട്ടിക്കിൾസ് ഡ്രെയിനേജിലെത്തുമ്പം ഈ ഒരു കംപ്രഷൻ റോളേഴ്സ് വഴി ഇത് കംപ്രസ് ആവും. കംപ്രസിങ് പ്രോസസ്സ് നടന്നു കഴിയുമ്പോഴത്തേക്കും ഇനിയുള്ള കാര്യങ്ങൾ, അതായത് വാഷിംഗ്, ഡ്രൈയിങ് പോലുള്ള ഇനി സോണിൽ വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അതിനാണ് ഈ ഒരു കംപ്രഷൻ റോളേഴ്സ് ഡ്രെയിനേജ് സോണിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഡ്രെയിനേജ് സോണിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. നെക്സ്റ്റ് ഇത് പോകുന്നത് വാഷിംഗ് സോണിലോട്ടാണ്. വാഷിംഗ് സോണിലെന്ന് പറയുമ്പം അവിടെ നമ്മൾ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. വാട്ടർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഈ ഡ്രെയിനേജ് സോണിൽ നിന്ന് കംപ്രസ് ചെയ്തെടുത്ത് സോളിഡ് വാഷ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വാഷിംഗ് സോണിൻ്റെ അകത്തോട്ട് പോകുന്നത്. അപ്പം അവിടെ എത്തുമ്പോഴത്തേക്കും വാഷിംഗ് എന്ന് പറയുന്നത് നടക്കുന്നത് വാട്ടർ അവിടെ ആക്ച്വലി സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്രേ ചെയ്യുമ്പം സോളിഡ് കുറച്ചും കൂടെ ഒന്ന് വെറ്റാവും. ആ വെറ്റായിട്ടുള്ള സോളിഡ്, അതായത് ആ ഒരു സോളിഡ് പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന വാട്ടർ തങ്ങി നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു മോയ്സ്ചർ ഈ വാക്വം അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് കുറച്ചൊക്കെ റിമൂവായി പോകും. അതായത് ഈ സപ്ലൈ ചെയ്യുന്ന വാക്വം ഈ വാട്ടർ കണ്ടൻറ്റിനെ മുഴുവൻ സക്ക് ചെയ്തെടുക്കും. അപ്പം വാഷിംഗ് സോണിലുള്ള കാര്യങ്ങൾ കഴിയും. നെക്സ്റ്റ് പോകുന്നത് അത് ഡ്രൈയിങ് സോണിലോട്ടാണ്. ഡ്രൈയിങ് ഏരിയയിലോട്ട് അത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രമ്മിൻ്റെ അകത്ത് ഹോട്ട് എയർ പാസ് ചെയ്യും. ഈ ഹോട്ട് എയറിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ കേക്കിൻ്റെ അകത്തുള്ള എല്ലാ മോയ്സ്ചറും, അതായത് വാഷിംഗ് കഴിഞ്ഞ് വാക്വം എല്ലാം സക്ക് ചെയ്തെടുത്തു, എന്നാലും കുറച്ച് മോയ്സ്ചർ അതിൻ്റെ അകത്തുണ്ട്. ആ മോയ്സ്ചർ ഹോട്ട് എയറിൻ്റെ പ്രസൻസ് കൊണ്ട് എന്തു പറ്റും, വിച്ച് ഇസ് അബ്സോർബ് ചെയ്തെടുക്കും. അങ്ങനെ അബ്സോർബ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ സോളിഡ് ഫുൾ ഡ്രൈ ആവും. അങ്ങനെ ഡ്രൈ ആയിട്ടുള്ള സോളിഡ് കേക്ക് റിമൂവൽ സോണിൻ്റെ അടുത്തെത്തുമ്പോൾ അവിടെ ഒരു നൈഫുണ്ട്, അതായത് ഡോക്ടർ നൈഫ് എന്ന് പറയും. അവർ ഈ ഒരു നമ്മൾ കേക്ക് റിമൂവൽ സോണിലെത്തിയ ആ കേക്കിനെ കട്ട് ചെയ്തെടുക്കും. കട്ട് ചെയ്തിട്ട് ആ റിമൂവൽ സോണിൽ വന്ന് എന്ത് ചെയ്യും, കളക്ട് ചെയ്ത് കിട്ടും. ഈ ഒരു പ്രോസസ്സാണ് ഈ റോട്ടറി ഡ്രം ഡ്രയറിൻ്റെ ഫിൽറ്ററിൻ്റെ അകത്ത് നടക്കുന്നത്. അപ്പോൾ ഓരോ സോണിലും എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്നുള്ളത് എഴുതണം. അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ്, ഇതിൻ്റെ ഡയമെൻഷൻസ്, കാര്യങ്ങളൊക്കെ എഴുതണം. അപ്പോൾ ഇത്രയാണ് വർക്കിങ്ങിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. അപ്പോൾ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സർഫസ് ഫിൽട്രേഷനാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രിൻസിപ്പിൾ. സർഫസ് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഈ ഒരു ഡ്രം ഫിൽറ്ററിൻ്റെ അകത്ത് നമ്മൾ കേക്കിന് ഓരോ സോണിൻ്റെ അകത്ത് കൊണ്ടുപോയി നമ്മൾ ഈ ഒരു ഫിൽറ്റർ മീഡിയയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണോ ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു മീഡിയത്തിൻ്റെ പ്രസൻസ്, മീഡിയം എന്ന് പറയുമ്പം ഇവിടെ കുറേ സോൺസ് ആണുള്ളത്. അപ്പോൾ ആ സോണിലൊക്കെ പോയി ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് കൊണ്ട് അതിന് പറയുന്ന പേരാണ് സർഫസ് ഫിൽട്രേഷൻ. സർഫസ് ഫിൽട്രേഷനാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിന് കുറേ യൂസസ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഈ ഒരു റോട്ടറി ഡ്രം ഫിൽറ്റർ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ലറീസിനെയൊക്കെ ഡ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു എക്യുപ്മെൻ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ലേബർ കോസ്റ്റ് എന്ന് പറയുന്നത് വെരി ലോ ആണ് മറ്റുള്ള ഫിൽറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം. അതുപോലെ തന്നെ ഇതിൻ്റെ ലാർജ് സർഫസ് ഏരിയ കൊണ്ട് നമുക്ക് ഫിൽറ്ററിങ് പ്രോസസ്സ് നല്ലപോലെ നടക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് സോളിഡ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ, കുറേയൊക്കെ സോളിഡ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ഡ്രം ഫിൽറ്ററിൻ്റെ കപ്പാസിറ്റി കഴിയും. അപ്പോഴത്തേക്ക് നമുക്ക് അതിനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സോൺ ഫുൾ കംപ്ലീറ്റ് ചെയ്ത് അതിനെ കളക്ട് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് സ്ലറിയിൽ വെച്ച് അടുത്ത സ്ലറി പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജ് പറയുമ്പോൾ ഈ ഒരു ഡ്രം ഫിൽറ്ററിൻ്റെ പ്രത്യേകത ഇത് ലേബർ കോസ്റ്റ് കുറവാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ വാഷിംഗ് സോണിൻ്റെ ആ ടൈമിൽ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എമൗണ്ട് കൂടുതലുള്ള സബ്സ്റ്റൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ ഫിൽറ്റർ ചെയ്യാനായിട്ട് വിടുമ്പം അത് ചിലപ്പം കോസ്റ്റ് ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ് വാക്വം ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. ബാക്കി ഈ ഒരു ഡ്രം ഫിൽറ്റർ ലേബർ കോസ്റ്റ് കുറവാണെങ്കിലും വാക്വം പമ്പൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് പാടാണ്. അതുപോലെ പിന്നെയെന്ന് പറയുമ്പം ഈ എല്ലാ സോണിൽ കൂടെയും പാസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്ലറി എന്നുള്ള ആ കേക്ക് പാട്ട് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ നമ്മൾ വാക്വം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരുവിധം ഡ്രൈ ആയിട്ടാണ് ഡ്രെയിനേജ് സോണിൽ നിന്ന് ആ സോളിഡ് കിട്ടുന്നത്.
പക്ഷേ വീണ്ടും നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ വാക്വം അപ്ലൈ ചെയ്യുമ്പം ഈ സോളിഡ്സിൻ്റെ അകത്ത് ക്രാക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഇതിന് വരുന്ന യൂസസ് എന്ന് പറയുമ്പോഴത്തേക്കും പെനിസിലിൻ ഡ്രഗ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്ഷന് നമ്മൾ ഈ ഒരു ഡ്രം ഫിൽറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് കാൽഷ്യം കാർബണേറ്റ്, മെഗ്നീഷ്യം കാർബണേറ്റ്, സ്റ്റാർച്ച് പോലുള്ള സബ്സ്റ്റൻസിനെയൊക്കെ ഫിൽട്ടർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത് കളക്ട് ചെയ്യുന്നത് ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ്. ഇതാണ് ഇതിൻ്റെ യൂസസ്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻ്റ് എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വർക്കിംഗ് പാർട്ടിൻ്റെ അകത്തൊക്കെ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലായി കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും കമൻറ്റൊക്കെ ഇടുന്നുണ്ട്, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വേറെ ടോപ്പിക്കായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഓൺ നെക്സ്റ്റ് വീഡിയോ.